എല്ലാവർക്കും മൾബറി ബുട്ടിക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് മഷ്റൂമിൽ വന്നിട്ടുള്ള കുറച്ച് സ്റ്റോൾസിന്റെ കളക്ഷൻസ് ആണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കുറെ കണ്ടിട്ടുള്ളതാണ്, റീസ്റ്റോക്ക് ആണ്. ഇപ്പോഴും ഒത്തിരി പേര് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കത് ഓരോന്നായിട്ട് കാണാം. ഞാൻ ഒന്ന് രണ്ട് വീഡിയോയിലൊക്കെ കുറച്ച് ഡിസ്കൗണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് റീസ്റ്റോക്ക് ഐറ്റത്തിന്. അതായത് നമ്മൾ ഈ വീഡിയോ വന്ന് 24 ഹവേഴ്സിനുള്ളിലാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ഇതിന്റെ റേറ്റ് വരിക 650 ആയിരിക്കും കേട്ടോ. അപ്പൊ പ്രൈസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന് നമ്മൾ നേരത്തെ ഇട്ടുകൊണ്ടിരുന്ന പ്രൈസ് 699 ആയിരുന്നു, ഇപ്പൊ 650 ആണ്. വീഡിയോ വന്ന് 24 ഹവേഴ്സിനുള്ളിൽ മാത്രമാണ് ആ റേറ്റ് ഉണ്ടാവത്തുള്ളൂ. അത് കഴിഞ്ഞ് പഴയ റേറ്റിലേക്ക് പോകും. അപ്പൊ നമുക്ക് വേഗം വേഗം കാണാം. പിന്നെ എന്റെ കൂട്ടുകാരോട് എനിക്ക് ഒത്തിരി സന്തോഷം പറയാനുള്ളത് നിങ്ങൾ തരുന്ന സപ്പോർട്ടിനാണ്. എനിക്ക് നല്ല ഫീഡ്ബാക്ക് ആണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുർത്തികളെ കുറിച്ചാണ് കേട്ടോ. നമ്മൾ അധികം ചെയ്തത് കുർത്തികളാണ്. എല്ലാവരും പറയുന്നത് നല്ല കംഫർട്ടബിൾ ആണ് നമ്മുടെ കുർത്തീസ് ഇടാന്. അതുപോലെ എനിക്ക് പേഴ്സണലി അയക്കുന്ന മെസ്സേജുകളിൽ അധികവും പറയുന്നത് ഞങ്ങളുടെ ഫസ്റ്റ് ചോയ്സ് ചേച്ചിയുടെ കുർത്തിയാണ്. അത്രയും കംഫർട്ടബിൾ ആണിത്. ഞാൻ അധികവും ചെയ്യുന്നത് കോട്ടൺ ആണ്. അപ്പൊ ഇപ്പൊ നമ്മുടെ സീസണിൽ 2 മഴ കിട്ടിയെന്നാലും നമ്മുടെ ഇപ്പോഴത്തെ ഈ സീസണിൽ വളരെ കംഫർട്ടബിൾ ആണ് നമ്മുടെ കോട്ടൺ കുർത്തീസ് എല്ലാം ഇടാനായിട്ട്. അപ്പൊ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനെല്ലാം ഒത്തിരി നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എന്നെ പോലെ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഒട്ടും മടിച്ചിരിക്കരുത്. നമ്മളെ കൊണ്ട് പറ്റുമെന്ന ഒരു കോൺഫിഡൻസോടെ നമ്മൾ ആഗ്രഹിക്കുന്നതിലേക്ക് ഇറങ്ങിത്തിരിക്കുക. ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമുക്കിങ്ങനെ ഉള്ളത് കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങളും, ഇപ്പൊ നമ്മളിൽ ഒളിഞ്ഞു കിടക്കുന്ന പല പല കഴിവുകളുള്ളവരാണല്ലോ നമ്മൾ ഓരോരുത്തരും. കുക്കിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ആയിക്കോട്ടെ, ഗാർഡനിങ് ആയിക്കോട്ടെ, ഇനി എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മുടെ ഹോബീസ് എന്തായാലും നമുക്ക് പൊടി തട്ടിയെടുത്ത് നമ്മൾ സൊസൈറ്റിയിലേക്ക് കൊടുക്കേണ്ട ഒരു മെസ്സേജ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് നല്ലതായിരിക്കണം. അത്രയോ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ആ ഒരു കാര്യത്തിൽ മാത്രം ഒന്ന് ബോധേഡായാൽ മതി. പിന്നെ നമ്മൾ ഒരു നല്ലൊരു കോൺഫിഡൻസോടെ, നല്ലൊരു പ്രാർത്ഥനയോടെ നമ്മൾ ഇതിൽ ഇറങ്ങി തിരിച്ചാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വളരെ സാധ്യതകളാണ് നമുക്ക് തുറന്നു തരുന്നത്. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വളരെ നല്ലൊരു ചെറിയൊരു ഇൻകം ബേസ്ഡ് ആയിട്ട് നമുക്ക് സോഷ്യൽ മീഡിയനെ കാണാം. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞാനിത് പറയാനുള്ള കാരണം, ഞാൻ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലൊക്കെ 1-2 അങ്ങനെ ടോക്കൊക്കെ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പലരിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റിയിട്ടുണ്ട്. പല ഫാമിലികളിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റിയിട്ടുണ്ട്. അവരൊക്കെ അത് പറയുമ്പോൾ ഉള്ള സന്തോഷം ചെറുതല്ല. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് ഒരാൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന പറയുമ്പോൾ, ഈ അപ്രീസിയേഷൻ എന്ന് പറയുന്ന കാര്യം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും അത് ചെയ്യാനുള്ളൊരു, നമ്മളിൽ തന്നെ വീണ്ടും ഒരു പോസിറ്റീവ് ഫീല് വരും, പോസിറ്റീവ് എനർജി വരും. അത് നമ്മൾക്ക് വീണ്ടും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ നല്ലൊരു കോൺഫിഡൻസ് തരും. അത് പറയുന്ന ആളിൽ ആ ഒരു പോസിറ്റിവിറ്റി ഉണ്ടായത് കൊണ്ടാണ് അയാൾക്കത് നമ്മളോട് പറയാൻ തോന്നുന്നത്. ഇപ്പൊ നമ്മുടെ മുന്നിൽ ഡെയിലി നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ, അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വന്ന് പെടാറുണ്ട്. പക്ഷെ പലരും ഞാൻ ഉൾപ്പെടെ അതിനെ കണ്ണടയ്ക്കും. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു ചെറിയൊരു കാര്യം ആയിക്കോട്ടെ, നമ്മുടെ മുന്നിൽ ഒരാളെ അഭിനന്ദിക്കാൻ കിട്ടുന്ന ഒരു അവസരം നമ്മൾ പാഴാക്കരുത്. കാരണം അത് പറഞ്ഞാല് നമ്മൾ ഓർക്കും, നമ്മുടെ ഉള്ളിൽ തോന്നും ആ ചെയ്തൊക്കെ നല്ലതാണ്, കൊള്ളാമല്ലോ എന്ന്. പക്ഷെ അതങ്ങ് പ്രകടിപ്പിക്കാൻ, അത് പറഞ്ഞൊന്ന് പ്രകടിപ്പിക്കാൻ, ആ ചെയ്ത ആളെ കൂടെ അതൊന്നും നിങ്ങൾ ചെയ്ത് നന്നായിട്ടുണ്ടോ, കൊള്ളാട്ടോ എന്ന് പറയാനുള്ള ഒരു നമ്മുടെ സങ്കുചിത മനസ്ഥിതിയാണ് അവിടെ നമ്മളത് പറയാത്തത്. പക്ഷെ ഇനി മുതൽ നമ്മളത് പറഞ്ഞു നോക്കിക്കേ, അതിന്റെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലത്തു നിന്നായിരിക്കില്ല നമ്മൾക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹങ്ങൾ. മനസ്സിലായില്ലേ? നമ്മൾ എപ്പോഴും പോസിറ്റീവ് കാര്യങ്ങൾ, സന്തോഷം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ പല ഭാഗത്തു നിന്നായിട്ട് നമുക്കത് തിരിച്ചു കിട്ടും. അങ്ങനെ തന്നെ നമ്മൾ വിചാരിച്ചാൽ മതി. നേച്ചറിന്റെ ഒരു പ്രത്യേകതയാണത്. നമ്മൾ കൊടുക്കുന്നതിന്റെ 2-3 ഇരട്ടിയായിട്ട് നമ്മളിലേക്ക് തന്നെ തിരിച്ചു കിട്ടും. നല്ലത് കൊടുത്താൽ നമുക്ക് നല്ലത് കിട്ടും. നമ്മൾ കൊടുക്കണ തീയതാണെങ്കിൽ അത് തന്നെയൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുക. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ഡോറിൽ നിന്നായിരിക്കില്ല ചിലപ്പോൾ നമ്മൾക്കത് കിട്ടുക. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ എന്നെ കാണുന്ന നിങ്ങളിൽ പലരും എന്തെങ്കിലുമൊക്കെ ഇതേപോലെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് വരിക. നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ഒരു കോൺഫിഡൻസ് വേണം. നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നല്ലൊരു മെസ്സേജ് ആയിരിക്കും നമ്മൾ സൊസൈറ്റിയിലേക്ക് പാസ് ചെയ്യേണ്ടത്. അത്രയും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ദൈവത്തെ വിളിച്ച് മുന്നോട്ട് ഇറങ്ങുക. വിജയം നമ്മളോടൊപ്പം ഉണ്ടാകും. അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് മഷ്റൂമിൽ വന്നിട്ടുള്ള കുറച്ച് ഭംഗിയുള്ള സ്റ്റോൾസിന്റെ കളക്ഷൻസ് ആണ്. ഇതിന്റെ എല്ലാത്തിന്റെ നീളം വന്നേക്കുന്നത് 2.10, അതുപോലെ ഇതിന്റെ വിഡ്ത്ത് വന്നേക്കുന്നത് 22 ഇഞ്ചസും ആണ്. അപ്പോൾ നമുക്ക് കാണാം. കണ്ടോ, ഇതാണ് ഇതിന്റെ വീതി വന്നേക്കുന്നത്. ലെങ്ത് എന്ന് പറയുമ്പോൾ അതാ ഇത്രയും ലെങ്ത് നമുക്ക് കേട്ടോ. ഇങ്ങനെ നമുക്ക് 2 സൈഡിലേക്കൊക്കെ ഇടാം. അത്യാവശ്യം നീളമുണ്ട്, കാണാമല്ലോ. അത്യാവശ്യം നീളമുള്ളതാണ്. വീതിയും ഇത് ധാരാളം മതിയാവും. നമ്മൾ ഈ സ്റ്റോളിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് എക്സാക്റ്റ് മാച്ചുള്ള ഒരു ഡ്രസ്സിന്റെ കൂടെ അല്ലെങ്കിൽ കൂടെ നമുക്ക് ഇങ്ങനെ 1-2 സ്റ്റോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ജസ്റ്റ് കാറ്റൊക്കെ നമ്മുടെ ചെവിയിലൊക്കെ അടിക്കാതെ ഇങ്ങനെ കവർ ചെയ്തിടാനോ, അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു തണുപ്പിനെയൊക്കെ പ്രതിരോധിക്കാനൊക്കെ നമുക്ക് പറ്റുന്നതാ. ഇങ്ങനെയൊക്കെ ജസ്റ്റ് ഇടാനോ
അല്ലാതെ ഇപ്പോൾ ഫുൾ ഒരു സെറ്റിന്റെ കൂടെ തന്നെ ഇടണമെന്നില്ല. ഇങ്ങനെ എന്തെങ്കിലും മൾട്ടിപർപ്പസ് ആണ് കേട്ടോ ഈ സ്റ്റോളൊക്കെ. കാരണം ഇത് മഷ്റൂം ഫാബ്രിക് ആയതുകൊണ്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യണതാണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. കാരണം ചുരിദാർ സെറ്റിന്റെ കൂടെ ഇപ്പം നമുക്ക് അങ്ങനെ എല്ലാവർക്കും ഇത് മാച്ചായി കൊള്ളണമെന്നില്ല. അതായത് നമ്മുടെ കയ്യിലുള്ള എല്ലാത്തിൻ്റെ ഒന്നും കൂടെ ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നതിനോട് വലിയ കുഴപ്പമില്ല. പക്ഷേ ഇത് ഈ ഒരു സ്റ്റോൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഈ മൾട്ടിപർപ്പസ് ആയിട്ട് ഞാൻ പറഞ്ഞത് ട്രാവൽ ചെയ്യുമ്പോൾ ഒത്തിരി നല്ല ഹെൽപ്ഫുൾ ആണത്. ഞാൻ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ എനിക്കിതിന് എപ്പോഴും ഉപയോഗം വരുന്നത്, ഞാൻ തിയേറ്ററിൽ സിനിമയ്ക്ക് പോകുമ്പോൾ, ഞാൻ തിയേറ്ററിൽ സിനിമ കാണാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞങ്ങൾ എപ്പോഴും പോകുന്നത് സെക്കൻഡ് ഷോയ്ക്കാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് AC-യുടെ തണുപ്പൊക്കെ കുറച്ച് കൂടുതലായിട്ട് തോന്നുമ്പോൾ എനിക്ക് ഈ ഒരു സ്റ്റോൾ എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. ഞാനിതിട്ട് ഒന്ന് കവർ ചെയ്തൊക്കെ ഇരിക്കും. അപ്പോൾ എനിക്ക് വളരെ കംഫർട്ടബിൾ ആണ്. അതുപോലെ നമ്മൾ AC ബസ്സിലൊക്കെ യാത്ര ചെയ്യില്ലേ, ഔട്ട് ഓഫ് കേരളയൊക്കെ പോകുമ്പോൾ AC ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴും ഇത് കയ്യിലുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ ട്രെയിൻ യാത്രയ്ക്ക് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾക്കും ഈ ഞാൻ വീണ്ടും ഷോൾ എന്ന് പറയാനുണ്ട്, സ്റ്റോള് എനിക്ക് ഉപയോഗപ്രദമാവാറുണ്ട്. ഇതിന്റെ പ്രൈസ് വരുന്നത്, ഈ വീഡിയോ വന്ന് 24 hours-നുള്ളിലാണ് നിങ്ങളത് വാങ്ങുന്നതെങ്കിൽ ഇതിന്റെ പ്രൈസ് വരുന്നത് 650 ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു നീളം വീതിയും വരുന്ന കുറച്ച് സ്റ്റോൾസ് കാണാം. മഷ്റൂം ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത്. ഇത് റീസ്റ്റോക്ക് ആണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ റേറ്റിൽ നമ്മൾ ചെറിയ റേറ്റ് ഡിസ്കൗണ്ട് തന്നേക്കുന്നത്. പ്രീവിയസ് വീഡിയോസിലൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടുള്ളത് ഞാൻ ഇട്ടത്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് കാണാം. ഇതാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വന്നേക്കുന്നത്. പ്രിന്റിന്റെ ബേസ് കളർ ബ്ലാക്ക് ആണ്. അതിൽ ബ്ലൂവിന്റെയും മെറൂണിന്റെയും അതുപോലെ ഒരു സിൽവർ കളറിന്റെ ഒക്കെ കോമ്പിനേഷൻസ് ആണ് വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു പ്രിന്റും കോമ്പിനേഷനുമാണ് കേട്ടോ. ആ സെയിം കോമ്പിനേഷനിൽ അടുത്തൊരു സ്റ്റോളാണിത്. ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ പ്രിന്റിൽ കേട്ടോ. ബാക്കി എല്ലാം സെയിം തന്നെയാണ്. അതുപോലെ കളറിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ആദ്യം കണ്ടത് കുറച്ച് ഡാർക്കർ ടോൺ ആണ്. ഇത് അതിന്റെ കുറച്ചുകൂടെ ലൈറ്റർ ആയിട്ട് വരുന്ന ഒരു കളറാണ്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം തന്നെയാണ്. പ്രൈസ് 650. ഇതാണ് അടുത്ത സ്റ്റോൾ വന്നേക്കുന്നത്. ഈ പ്രിന്റുകൾ തമ്മിൽ ചെറിയ ചെറിയ ഡിഫറൻസ് ആണ് കേട്ടോ ഉണ്ടാവത്തുള്ളൂ. ഇതാണ് അടുത്തത്. നീളവും വീതിയും കാണാമല്ലോ. ഇതാണ് ഇതിന്റെ വീതി വന്നേക്കുന്നത്. ലെങ്ത് 2.10. ഇതാണ് അടുത്ത സ്റ്റോൾ വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള കോമ്പിനേഷനും പ്രിന്റും ആണ് കേട്ടോ. നമ്മൾ ആദ്യം കണ്ടില്ല അതുപോലെ തന്നെ ബേസ് കളർ ബ്ലാക്ക് ആണ്. അതിൽ ബ്ലൂവിന്റെയും മെറൂണിന്റെ ഒക്കെ കോമ്പിനേഷൻസ് ആണ്. ഈ സ്റ്റോളുകളിൽ ചില ഇതിൽ കണ്ടോ, ഇങ്ങനെ ഒരു സ്പ്രെഡിങ് ഒക്കെ ചിലപ്പോൾ കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ, ഈ ഒരു സ്പ്രെഡിങ് കണ്ടോ, അതൊരു ഡാമേജ് ഒന്നും അല്ല. ഇതിന്റെ പ്രോസസ്സിങ്ങിൽ സംഭവിക്കുന്നതാണ്. എക്സ്ട്രാ കളർ കയറി പിടിക്കുന്നതാണ്. ഇതൊരു ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റ് ആണല്ലോ. അപ്പൊ അങ്ങനെ ചിലപ്പോൾ ചില സ്പ്രെഡിങ് ഒക്കെ കാണും. പക്ഷെ അത് ഇട്ട് കഴിയുമ്പോൾ ഒരു വൃത്തികേട് ഒന്നുമില്ല. ഇതിന്റെ കൂടെ തന്നെ അത് ഈ പ്രിന്റിന്റെ കൂടെ തന്നെ അങ്ങ് മാച്ച് ചെയ്ത് പൊക്കോളും. അതുപോലെ ഇതിന്റെ കണ്ടോ, ഈ സൈഡിലൊക്കെ കണ്ടോ, ഇങ്ങനെയൊക്കെ മിക്കതിന്റെയും സൈഡിലൊക്കെ കാണും, അകത്തും അതുപോലെ ഈ സൈഡിലൊക്കെ ചെറിയ ചെറിയ സ്പ്രെഡിങ് ഉണ്ടാവും. അത് മൊഡാലിലും മഷ്റൂമിലും ഒക്കെ ഈ പ്രിന്റിങ്ങിൽ വരുന്നതാണ്. പക്ഷെ അതുകൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഒരു ഡാമേജ് പീസ് ഒന്നും അല്ല. നിങ്ങളത് അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. ഏതെടുത്താലും ഇങ്ങനെ ചെറിയ സ്പ്രെഡിങ് ഒക്കെ കാണും. പക്ഷെ അത് ഇട്ട് വരുമ്പോൾ ഒരു വൃത്തികേടും ഇല്ല. ഈ പ്രിന്റിന്റെ കൂടെ ഇതെല്ലാം മാച്ചായി പൊക്കോളും. ഇതാണ് അടുത്തത്. നമ്മൾ തൊട്ട് മുൻപ് കണ്ടില്ല, അതിന്റെ സെയിം പ്രിന്റ് തന്നെയാണ് കേട്ടോ. പക്ഷെ കളറിൽ കുറച്ച് വേരിയേഷൻ ഉണ്ട്. ഇത് കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. ഒരു ഡാർക്കർ ബ്ലൂ ആണ്. ആദ്യം കണ്ട് കുറച്ചുകൂടെ ലൈറ്റ് ആണ്. ബാക്കി എല്ലാം സെയിം തന്നെയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നതിന്റെ ബേസ് കളർ മെറൂൺ ആണ്. അതിൽ ഇങ്ങനെ പ്രിന്റ് ആണ് വന്നേക്കുന്നത് കണ്ടോ. ഞാൻ ഇട്ട് കാണിക്കാം. ഇങ്ങനെ വരും. ഇതാണ് അടുത്തത്. നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയല്ലേ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മള് ഇതെടുത്താൽ എനിക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ മാച്ച് ആവും എന്നൊന്നും ഓർത്താലും വിഷമിക്കണ്ട. ഇതിൽ 1-2 കളറൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കിത് മൾട്ടിപർപ്പസ് ആണ്. പല പല ആവശ്യങ്ങൾക്ക് നമുക്കിത് വളരെ എലഗന്റ് ആയിട്ട് ഇട്ടുകൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്റ്റോളാണ് കേട്ടോ. ഇതാണ് അടുത്തത്. സെയിം കോമ്പിനേഷൻ തന്നെയാണ്. പ്രിന്റ് ഇങ്ങനെ വരും. അതുകൊണ്ടാണ് ഞാൻ ക്ലോസർ വ്യൂ കാണിക്കുന്നത്. നിങ്ങൾക്ക് പ്രിന്റ് കറക്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് അടുത്തത്. ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ ഒന്നും വിചാരിക്കേണ്ട. എല്ലാത്തിൽ നിന്നും ഓരോന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ലതായിരിക്കും കേട്ടോ.
ഇതാണ് അടുത്തത്. ഇതിന്റെ ബേസ് കളർ ബ്ലാക്ക് ആണ്. അതില് ഒരു ചോക്ലേറ്റിന്റെയും അതുപോലെ മെറൂണിന്റെയും പിന്നെ ഒരു സിൽവറിന്റെ ഒക്കെ കോമ്പിനേഷൻസ് ആണ് വന്നേക്കുന്നത്. ഇതാ ഇങ്ങനെ വരും. തൊട്ട് മുൻപ് കണ്ടില്ല സെയിം കോമ്പിനേഷനിൽ അടുത്ത പ്രിന്റ് ആണ് കേട്ടോ ഇത്. ഇതാ ഇങ്ങനെ വരും. ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് കാണിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ സോറി. കാരണം ഞാൻ കുറേയൊക്കെ നോക്കി എല്ലാത്തിനും ഓരോന്നാണ് എടുത്ത് വെച്ചേക്കുന്നത്. നമ്മുടെ മൾട്ടിപ്പിൾസ് ഒത്തിരി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇതാണ് അടുത്തത്. ഇതിലെ പ്രിന്റ് ഇതാ ഇങ്ങനെ വരും. ഇതിൽ ആ ചോക്ലേറ്റ് കളറിന് കുറച്ചുകൂടെ ഡാർക്ക്നെസ് കൂടുതലായിരിക്കും കേട്ടോ. നമ്മൾ ആദ്യം കണ്ടില്ല, അതിനേക്കാളും കുറച്ചുകൂടെ കൂടിയൊരു ടോൺ ആണ്. ഇതാണ് അടുത്തത്. ഇതിലെ പ്രിന്റ് ഇതാ ഇങ്ങനെ വരും. കുറച്ച് വലിയ പ്രിന്റുകളാണ്. ഇതാണ് അടുത്തത്. നമ്മൾ തൊട്ട് മുൻപ് കണ്ടില്ല, അതിന്റെ കളർ ചേഞ്ച് ആണ്. ഇത് ഒരു മെറൂൺ ആണ് കേട്ടോ ബേസ് വന്നേക്കുന്നത്. അതിലിങ്ങനെ നമ്മൾ ആദ്യം കണ്ടില്ല സെയിം പ്രിന്റ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്ന ഈ കുർത്തിയുടെ കൂടെ നമ്മൾ ഇന്ന് കണ്ട സ്റ്റോൾസ് എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ. എല്ലാം നല്ല മാച്ചിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് അടുത്തത്. ബേസ് കളർ ബ്ലാക്ക് ആണ്. അതിലിതാ ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് വന്നേക്കുന്നത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് സ്റ്റോൾ വന്നേക്കുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് മഷൂല് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള കുറച്ച് സ്റ്റോൾസിന്റെ കളക്ഷൻസ് ആയിരുന്നു. അതിൽ ലാസ്റ്റ് വണ്ണാണിത്. പ്രിന്റ് കണ്ടതാ ഇങ്ങനെ വരും. നമുക്കിങ്ങനെ 2 സൈഡ്സിലേക്ക് ഇടാം, അതുപോലെ 1 സൈഡിൽ ഇടാം. ഇനി അതുമല്ല നമുക്ക് കണ്ടോ ഇങ്ങനെ തലയിലൊക്കെ ചുറ്റി നമുക്കൊന്ന് ചെവിയിലൊക്കെ കാറ്റടിക്കാതൊക്കെ ഇടണമെങ്കിൽ, ഞാൻ ആദ്യമേ പറഞ്ഞില്ല ഇങ്ങനെയൊക്കെ ഇടണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഇടാൻ നല്ലൊരു എലഗന്റ് ലുക്ക് തരുന്ന സ്റ്റോൾസ് ആണ് കേട്ടോ ഇതെല്ലാം. മഷൂ ആണ് ഫാബ്രിക്. കണ്ടോ, നമുക്ക് പള്ളിയിൽ പോകുമ്പോൾ ഇടണമെങ്കിലോ അല്ലെങ്കിൽ യാത്രയിലൊക്കെ ഇടണമെങ്കിലോ വളരെ എലഗന്റ് ലുക്ക് തരുന്ന സ്റ്റോൾസ് ആണ് നമ്മൾ കണ്ടത്. പല പല ഒക്കേഷനിൽ നമുക്ക് എലഗന്റ് ആയിട്ട് ഇടാൻ പറ്റുന്ന കുറച്ച് സ്റ്റോൾസ് ആണ് നമ്മൾ കണ്ടത്. ഇതെല്ലാം മഷൂല് വന്നിട്ടുള്ളതാണ്. മഷൂ ഫാബ്രിക് അറിയാമല്ലോ, ഒരു ഷൈനിങ് ഫാബ്രിക് ആണ്, ഒരു ഗ്ലോ ഉള്ള ഫാബ്രിക് ആണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു റിച്ച് ലുക്ക് തരുന്ന ഒരു സ്റ്റോൾസ് ആണിത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.